ഇത് ഞാൻ റെഡിയാക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരിതാണ്. അതിന് വേണ്ടിയിട്ട് നെയ്യ്, മൈദ, ഉപ്പ്, വെള്ളം കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊരു മാവ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 0 കൊളസ്ട്രോൾ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടിപ്പോകണ്ട, ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നമുക്കൊന്ന് ആ ഒരു രൂപത്തിലായിരിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കിച്ചൺ ഷെഫിൻ്റെ ഇതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയുടെ പൊടി ഇത്രയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മുളക്, പച്ചമുളകും ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളകും ചേർത്തു, പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോഴിയുടെ പോലെ ഒന്നും നന്നായിട്ട് ഡ്രൈ ആയി ഒന്നും വരണ്ട കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ലാസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതേപോലെയാണ് നമ്മളൊരു ചപ്പാത്തിയുടെ മുകളിൽ വേറൊരു മസാല വെച്ചതിന് ശേഷം വേറൊരു ചപ്പാത്തി കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മളിങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ലോക്കാവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടെടുക്കുകയാണ്. ഇതേപോലെയാണ് ചെയ്തെടുത്തത്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഇത് റെഡിയാക്കി നോക്കാത്തവരൊക്കെ, നമ്മൾ ബീഫ് വെച്ചിട്ടാണ് സാധാരണ ഇത് ചെയ്യാറ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബീഫിൽ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരൊക്കെ റെഡിയാക്കി നോക്കിയിട്ടൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.